ഏതായാലും ഇന്നത്തെ ഈ ഒരു മാർക്കറ്റിന്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തുടരുമോ എന്നതിനെ കുറിച്ച് സംസാരിക്കാനായിട്ട് നമ്മളോടൊപ്പം ഇൻ ഹൗസ് എക്സ്പേർട്ട് ആയിട്ടുള്ള പ്രദീപ് ചന്ദ്രശേഖരൻ സാർ ചേരുകയാണ്. ഗുഡ് മോർണിംഗ് സാർ, വെൽക്കം ടു ദി ഷോ. മോർണിംഗ് അൻല ആൻഡ് മോർണിംഗ് വ്യൂവേഴ്സ്. സർ, ഇന്നിപ്പോൾ നിഫ്റ്റിയിലേക്ക് നോക്കുകയാണെങ്കിൽ നല്ലൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇന്നലെ 21,513 എന്നൊരു റേഞ്ചിൽ ക്ലോസ് ചെയ്ത നിഫ്റ്റി ഇന്നിപ്പോൾ വ്യാപാരം ആരംഭിച്ചിരിക്കുന്നത് 21,653.6 എന്നൊരു റേഞ്ചിലാണ്. അതായത് ഏകദേശം 100 പോയിന്റ്സിലധികം നേട്ടത്തോടു കൂടിയാണ് ഇപ്പോൾ വ്യാപാരം ആരംഭിച്ചിരിക്കുന്നത്. 21,650 എന്നൊരു റേഞ്ച് നിലനിർത്താനും നിഫ്റ്റിക്ക് സാധിക്കുന്നുണ്ട്. നിഫ്റ്റിയെ സംബന്ധിച്ച് സാറിന്റെ പ്രധാനപ്പെട്ട എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? സാറിന്റെ ഫോക്കസിലുള്ള പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ്? സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ ഏതൊക്കെയാണ്? സോ നിഫ്റ്റി 50യുടെ കേസിൽ ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ട്രെൻഡ് നിലവിൽ ബുള്ളിഷ് തന്നെ ആയിരുന്നു. ബട്ട് ഇന്നലെ നമ്മൾ നിഫ്റ്റി 50യുടെ കേസിൽ വി സോ ഹെവി പ്രോഫിറ്റ് ടേക്കിംഗ് ഹാപ്പനിങ്. ആൻഡ് നിഫ്റ്റി 50യിൽ നമുക്ക് തിരിച്ചൊരു ബുള്ളിഷ്നെസ് വരണമെങ്കിൽ നിഫ്റ്റി 50 ആദ്യം തന്നെ 21,800 പോയിന്റ്സിന് മുകളിൽ ക്ലോസ് ചെയ്യണം. ആ ഒരു റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടാർഗറ്റ് 22,000 ആയിരിക്കും. ആൻഡ് 22,000 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ 22,300 ആയിരിക്കും. ബട്ട് ഞാൻ ഇന്ന് കാലത്ത് ഫോറത്തിൽ സംസാരിച്ചതുപോലെ തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിഫ്റ്റി ഹെവി വെയ്റ്റ്സിലെ കാര്യമായിട്ട് ഒരു ലോ റിസ്ക് ബൈയിങ് അവസരം എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇന്നിപ്പോൾ ആദ്യ നിമിഷങ്ങളിൽ എനിക്ക് ഒത്തിരി ബുള്ളിഷ് ട്രിഗേഴ്സ് ലഭിച്ചിരിക്കുന്നത് വൺ ഇസ് ഫിനോ പേയ്മെന്റ്സ് ബാങ്ക്. ഫിനോ പേയ്മെന്റ്സ് ബാങ്കിൽ ഓൾറെഡി ഇപ്പോൾ ഒരു 5% നേട്ടം കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് നമ്മൾ ഒരാഴ്ച മുൻപ് ഇതേ ഫോറത്തിൽ സംസാരിച്ചിരുന്നു. മറ്റൊരു സെക്ടറായിട്ട് നോക്കുകയാണെങ്കിൽ ഇന്ന് കാലത്ത് ഞാൻ ചൂണ്ടിക്കാണിച്ചത് ഫെർട്ടിലൈസർ സ്റ്റോക്സ് ആയിരുന്നു. അപ്പൊ നാഷണൽ ഫെർട്ടിലൈസർ, മദ്രാസ് ഫെർട്ടിലൈസർ, പാരാദീപ് ഫോസ്ഫേറ്റ്, ഇതിലൊക്കെ നമുക്ക് ബുള്ളിഷ്നെസ് ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും ഇന്നിപ്പോൾ 344 പോയിന്റിന്റെ ഒരു മുന്നേറ്റമാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. 47,793 എന്ന റേഞ്ചിലേക്ക് ബാങ്ക് നിഫ്റ്റി ഉയർന്നിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചും ഇന്നത്തെ ഒരു വിപണിയിൽ ഒരു ബാങ്കിങ് സ്റ്റോക്ക് പോലും ഇന്നിപ്പോൾ ചുവപ്പിൽ ട്രേഡിംഗ് നടത്തുന്നില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഇനി പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഏതെങ്കിലും സ്റ്റോക്കിൽ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ? പ്രിയ, ബാങ്ക് നിഫ്റ്റി എടുക്കുമ്പോഴേക്കും സെയിം തിങ് ലൈക്ക് നമ്മുടെ നിഫ്റ്റി 50 പോലെ തന്നെ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ ആദ്യത്തെ ഒരു മേജർ ഹേർഡിൽ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്നത് 44,400 പോയിന്റ്. ആൻഡ് ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നീട് 48,700, 48,700 ഈ രണ്ട് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു സസ്റ്റൈനബിൾ ആയിട്ട് ഒരു ബുള്ളിഷ് മൊമെന്റം കാണാൻ സാധിക്കത്തുള്ളൂ. Now coming into specific banking stocks, ഓൾമോസ്റ്റ് എല്ലാ ബാങ്കിങ് സ്റ്റോക്സിലും നമുക്ക് നേട്ടം കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ലോ റിസ്ക് ആയിട്ട് എനിക്ക് ഐ കാൺ സി എനി ബൈയിങ് ഓപ്പർച്യൂണിറ്റി. സോ ബാങ്കിങ് സ്റ്റോക്സിനെ അപേക്ഷിച്ച് മറ്റ് സെക്ടേഴ്സ്, പർട്ടിക്കുലർലി ഫെർട്ടിലൈസർ സെക്ടർ, അവിടെയൊക്കെയാണ് നമുക്ക് ഇന്നിപ്പോൾ ലോ റിസ്ക് ആയിട്ട് ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി എനിക്ക് കാണാൻ സാധിക്കുന്നത്. യെസ്, സൂചികളിലേക്ക് തന്നെ നോക്കുകയാണെന്നാൽ ഇപ്പോൾ ഒരു സ്റ്റാർ പെർഫോമറായിട്ട് ഇപ്പോൾ ആദ്യ മിനിറ്റുകൾ നിലകൊള്ളുന്നത് നിഫ്റ്റി IT തന്നെയാണ്. നിഫ്റ്റി ITയിലേക്ക് വരുമ്പോൾ 1.4% നല്ലൊരു മുന്നേറ്റം രേഖപ്പെടുത്തി 34,996.9 എന്നൊരു റേഞ്ചിലാണ് നിഫ്റ്റി ITയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു പാദഫലങ്ങൾ, ഈ മെഗാ ക്യാപ് കമ്പനികളെല്ലാം പാദഫലം ഈ ഒരു വെള്ളിയാഴ്ചയോടുകൂടി പുറത്തു വരുന്നതാണ്. അതോടുകൂടി ഇന്ത്യൻ IT മേഖലയെ സംബന്ധിച്ച് വ്യക്തമായിട്ടൊരു ചിത്രം നിക്ഷേപകർക്ക് ലഭിക്കുകയും ചെയ്യും. നിഫ്റ്റി ITയെ സംബന്ധിച്ച് സാറിൻ്റെ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? സോ നിഫ്റ്റി IT ഇൻഡെക്സ് അഗൈൻ ഷോർട്ട് ആൻഡ് ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആയിട്ട് തന്നെ തുടരുന്നു. ആൻഡ് IT ഇൻഡെക്സിൽ നമുക്ക് കഴിഞ്ഞ ഒരു 10 ദിവസത്തിനിടെ വി സോ ഹെവി സെല്ലിംഗ്. അത് പാർട്ട്ലി വാസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ നമ്മുടെ നാസ്ഡാക്കിന്റെ കേസിൽ കണ്ടൊരു ഇടിവിനെ തുടർന്നായിരുന്നു. നൗ നിഫ്റ്റി IT ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടത് 34,200 പോയിന്റിന്റെ സപ്പോർട്ട് ആയിരിക്കണം. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ ദ ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് ഗോയിങ് ടു ടേൺ ബെയറിഷ്. തിരിച്ച ഷോർട്ട് ടേം ട്രെൻഡ് ശക്തിപ്പെടുത്തണമെങ്കിൽ നിഫ്റ്റി IT ഇൻഡെക്സ് 35,250, 35,250 പോയിന്റിന് മുകളിൽ ക്ലോസ് ചെയ്യണം. ഓൺലി ദെൻ ദ ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് ഗോയിങ് ടു ബിക്കം വെരി ബുള്ളിഷ്.
ഇന്നത്തെ ഒരു വിപണിയിൽ എല്ലാ സൂചികകളും ഒരു നേട്ടം രേഖപ്പെടുത്തുമ്പോൾ മീഡിയ സെക്ടറാണ് ഏറ്റവും അധികം ഇടിവ് പ്രകടമാക്കുന്നത്. നിലവിൽ ഏകദേശം 2% ഓൾമോസ്റ്റ് ഒരു 3% ഒരു ഇടിവിലേക്ക് ഇപ്പോൾ മീഡിയ സൂചിക പോയിട്ടുണ്ട്. പ്രധാനമായിട്ടും സീഡ് ഓഹരികൾ തന്നെയാണ് ഇന്നിപ്പോൾ മീഡിയ സെക്ടറിനെ ഏറ്റവും അധികം ഡ്രാഗ് ചെയ്യുന്നത് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഏറ്റവും അധികം സീനെ സംബന്ധിച്ച് ഏറ്റവും അധികം അവർക്ക് നിർണായകമായിട്ടുള്ള സോണി സി ലയനത്തിൽ നിന്നും ഇപ്പോൾ സോണി ഗ്രൂപ്പ് പിൻവലിയുന്നതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം ബ്ലൂംബെർഗ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതിന്റെ ഒരു പ്രതിഫലനം സീയുടെ ഓഹരിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എനിക്കറിയാം പ്രദീപ് സാറിന് അത്ര ഫേവറബിൾ ആയിട്ടുള്ള ഒരു സെക്ടർ അല്ല മീഡിയ സെക്ടർ, എങ്കിൽ പോലും ഓൾറെഡി ഇപ്പോൾ ഇത്തരം മീഡിയ ഓഹരികൾ കൈവശമുള്ള നിക്ഷേപകർ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു പോയിന്റ് എന്താണ്? പ്രിയ പറഞ്ഞ വളരെ ശരിയാ. ആൻഡ് ഇന്നത്തെ ഇടിവ് എന്റെ ആർഗ്യുമെന്റിനെ പ്രൂവ് ചെയ്യുന്നത് that media sector is not a transparent. Media is a lot of problem. പല മീഡിയ കമ്പനികളിലും I am not very comfortable with the management, particularly with the Zee TV. സോ ഇത്തരം സ്റ്റോക്സ് നമുക്ക് വേറെ ഒത്തിരി സ്റ്റോക്സ് നമ്മുടെ മുന്നിൽ ലോ റിസ്ക് ആയിട്ട് അവൈലബിൾ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ഇത്തരം സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യവും ഞാൻ കാണുന്നില്ല. നമ്മുടെ കൈവശം മീഡിയ സ്റ്റോക്സ് ഉണ്ടെങ്കിൽ my personal advice would be get out of that sector, move into other safe sectors. Yes, sir. സാറിനോട് ചോദിക്കാൻ സുസ്ലോണുമായി ബന്ധപ്പെട്ടുള്ള സാറിൻ്റെ ഒരു വ്യൂ ആണ്. സുസ്ലോണിനെ സംബന്ധിച്ച് പറയുമ്പോൾ നിലവിൽ 1.29% ഇടിവ് രേഖപ്പെടുത്തിയിട്ടാണ് ഇപ്പോൾ ഓഹരിയിൽ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓഹരിയുടെ 52 ഹൈ റേഞ്ച് നോക്കുകയാണെങ്കിലും 2023 നവംബറിനായിരുന്നു ആ ഒരു 52 ഹൈയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. സുസ്ലോണിനെ സംബന്ധിച്ച് സാറിൻ്റെ നിലപാട് എന്താണ്? സോ സുസ്ലോണിലെ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഒന്നും ഇന്ന് കാണാൻ സാധിക്കുന്നില്ല. ആൻഡ് സുസ്ലോണിന്റെ കേസിൽ 44 രൂപ 25 പൈസ ഇസ് എ മേജർ റെസിസ്റ്റൻസ്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ തിരിച്ച് സുസ്ലോണിന്റെ കേസിൽ വളരെ സ്ട്രോങ് ആയിട്ടൊരു ഷോർട്ട് ടേം ബുള്ളിഷ് മൊമെന്റം കാണാൻ സാധിക്കത്തുള്ളൂ. ഓൾറെഡി കൈവശം പൊസിഷൻ ഉണ്ടെങ്കിൽ യു ക്യാൻ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ഇറ്റ്. ഇത് ഓർക്കേണ്ടത് ദിസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്, ഇറ്റ് ഇസ് എ ടേൺ റൗണ്ട് സ്റ്റോറി. ആൻഡ് തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന സമയത്ത് ഒത്തിരി വോളറ്റിലിറ്റി എക്സ്പെക്ട് ചെയ്യാം. മറ്റൊരു സ്റ്റോക്ക് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന സ്മോൾ ക്യാപ് സ്പേസിൽ ആൾകാർഗോ ലോജിസ്റ്റിക്സ് തന്നെയാണ്. ആൾകാർഗോ ലോജിസ്റ്റിക്സിനെ സംബന്ധിച്ച് ഇന്നിപ്പോൾ 9% ഒരു ഇടിവാണ് ഇപ്പോൾ രേഖപ്പെടുന്നത്. ഈ ഒരു വർഷം ആരംഭിച്ചതിന് ശേഷം ആൾകാർഗോയുടെ ഒരു പ്രകടനം വിലയിരുത്തുമ്പോഴും ഒരു നെഗറ്റീവ് റിട്ടേൺ തന്നെയാണ് ഈ ഒരു സ്റ്റോക്ക് നൽകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആൾകാർഗോയെ സംബന്ധിച്ച് സാറിന്റെ ഒരു വ്യൂ എന്താണ്? ഇപ്പോൾ നമുക്കൊരു പൊസിഷൻ പോസിബിൾ ആണോ എടുക്കാൻ? ആൾകാർഗോ ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് ഒരു 10-15 ദിവസങ്ങൾക്കിടെ ഈ ഒരു സ്റ്റോക്കിൽ ഒരു ബോണസ് ഇഷ്യൂ ഉണ്ടായിരുന്നു. ആൻഡ് ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് എനിക്ക് സൈഡ് വേസ് ആയിട്ട് കാണുന്നത്. സ്റ്റോക്കിൽ ഈ കറന്റ് ലെവൽസിൽ ഒരു ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യാൻ സാധിക്കുന്നില്ല. റിസ്ക് റിവാർഡ് പ്രൊഫൈൽ നോക്കുമ്പോഴേക്കും അത് നമുക്ക് ബെനിഫിഷ്യൽ അല്ല. സർ മറ്റൊരു അതിനു മുമ്പ് സാറിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് BLS ഇന്റർനാഷണലുമായി ബന്ധപ്പെട്ടുള്ള സാറിൻ്റെ ഒരു വ്യൂ ആണ്. ഓഹരി ഇന്നിപ്പോൾ ഈ ആദ്യ മിനിറ്റുകൾ തന്നെ പുതിയ 52 ഹൈ റേഞ്ച് ആയിട്ടുള്ള 358 എന്നൊരു നിലവാരം ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിലവിൽ 1.81% നേട്ടത്തോടു കൂടി 357 എന്നൊരു റേഞ്ചിലാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. BLS ഇന്റർനാഷണലിനെ പറ്റിയുള്ള സാറിൻ്റെ ഒരു ലോങ് ടേം വ്യൂ എന്താണ്? സോ BLS ഇന്റർനാഷണൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. It is again a small cap stock. So കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ യു ക്യാൻ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ഇറ്റ്. ബട്ട് ഈ ഹൈ ലെവൽസിൽ ഒരു പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സപ്പോർട്ട് ഏരിയ 330 രൂപയായിരിക്കും. 330 rupees സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് വിൽ ടേൺ ബെയറിഷ്. മറ്റൊരു സ്റ്റോക്കിനെ കുറിച്ച് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് IIFL ഫിനാൻസിനെ കുറിച്ചാണ്. IIFL ഫിനാൻസിന് കഴിഞ്ഞ കുറച്ച് സെഷനുകൾക്ക് മുൻപ് മോത്തിലാൽ ഒസ്വാൾ ഒരു ബൈ റെക്കമെൻഡേഷൻ നൽകിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സ്റ്റോക്കിന് 800 രൂപ വരെ ഉയരാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ ബ്രോക്കറേജ് വിലയിരുത്തുന്നത്. ഇന്നത്തെ ഒരു വിപണിയിൽ 1%-ലധികം ഒരു നേട്ടത്തോടു കൂടിയിട്ടാണ് IIFLന്റെ ഓഹരികൾ ട്രേഡിംഗ്
നടത്തിക്കൊണ്ടിരിക്കുന്നത്. IFLനെ സംബന്ധിച്ച് കഴിഞ്ഞ ഒരു 1 ഇയർ ആയിട്ട് അതിന്റെ ഒരു പെർഫോമൻസ് വിലയിരുത്തുന്ന സമയത്ത് ഓൾമോസ്റ്റ് ഒരു 35% റിട്ടേൺ മാത്രമാണ് കഴിഞ്ഞ ഒരു വർഷത്തിൽ നൽകിയിരിക്കുന്നത്. എങ്കിൽ പോലും ഒരു 3 വർഷത്തെ പ്രകടനം വിലയിരുത്തുമ്പോൾ ഒരു മൾട്ടി ബാഗറായിട്ട് മാറാൻ സാധിച്ച ഒരു ഓഹരി കൂടിയാണ് IIFL ഫിനാൻസ്. ഈ ഒരു സ്റ്റോക്കിലുള്ള സാറിന്റെ ഒരു വ്യൂ എന്താണ്? എനിക്ക് പേഴ്സണലി ഈ സ്റ്റോക്കിൽ ഒരു അഭിപ്രായവും ഇല്ല, ഫേവറബിൾ അഭിപ്രായം ഒന്നും തന്നെ ഇല്ല. ദിസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് നമ്മൾ ഫൈനാൻസ് കമ്പനി സ്പേസ് നോക്കിക്കഴിഞ്ഞാൽ IIFL ഫിനാൻസിനേക്കാൾ മികച്ച എത്രയോ കമ്പനികളുണ്ട്. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം അടുത്ത കാലത്ത് ഡീമേർജ് ചെയ്ത് ലിസ്റ്റ് ചെയ്യപ്പെട്ട ജിയോ ഫൈനാൻഷ്യൽ ഇസ് ദ, L&T ഫൈനാൻസ് ഇസ് ദ, ചോളമണ്ഡലം ഫൈനാൻസ് ഇസ് ദ, ബജാജ് ഫൈനാൻസ് ഇസ് ദ, മുത്തൂറ്റ് ഫൈനാൻസ് ഇസ് ദ. സോ നമ്മൾ ചെയ്യേണ്ടത് നല്ല ഫൈനാൻസ് കാഴ്ചവെച്ചിരിക്കുന്ന നല്ല മാനേജ്മെന്റ് ഉള്ള പ്രൂവൻ ട്രാക്ക് റെക്കോർഡുള്ള കമ്പനീസിലായിരിക്കും നമ്മുടെ ഫോക്കസ്. IIFL I am not personally comfortable. യെസ് സർ. അടുത്തതായിട്ട് JSW സ്റ്റീലുമായി ബന്ധപ്പെട്ടുള്ള സാറിൻ്റെ ഒരു വ്യൂ ആണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. കമ്പനിയുടെ 3ാം ഭാഗത്തിലെ ബിസിനസ് അപ്ഡേറ്റ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അവരുടെ പ്രൊഡക്ഷനിൽ വാർഷികാടിസ്ഥാനത്തിൽ 12% വർധനവ് രേഖപ്പെടുത്തുമെന്നാണ് കമ്പനി ഇപ്പോൾ എക്സ്ചേഞ്ച് ഫയലിംഗിൽ അറിയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കപ്പാസിറ്റി യൂട്ടിലൈസേഷനിലേക്ക് വരികയാണെങ്കിലും 94% കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ നടത്താൻ സാധിച്ചിട്ടുണ്ടെന്നാണ് കമ്പനി അറിയിച്ചിട്ടുള്ളത്. ഓഹരികളിലേക്ക് നോക്കുകയാണെങ്കിലും നല്ലൊരു മൊമെൻറ്റം നടത്താൻ ഓഹരിക്ക് ഇപ്പോൾ സാധിക്കുന്നുണ്ട്. 0.66% നേട്ടത്തിൽ 827.4 എന്നൊരു റേഞ്ചിലാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഡിസംബർ 28-നായിരുന്നു ഒരു 52 ഹൈ റേഞ്ച് ആയിട്ടുള്ള 895.75 എന്നൊരു റേഞ്ച് ടെസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് ആ ഒരു ലെവലിലേക്ക് പിന്നീട് കറക്ഷനിൽ പ്രോഫിറ്റ് ബുക്കിംഗിലായിരുന്നു നമ്മൾ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. JSW സ്റ്റീലുമായി ബന്ധപ്പെട്ട് സാറിൻ്റെ ഒരു വിലയിരുത്തൽ എന്താണ്? JSW സ്റ്റീൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷ് ആയി തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ബട്ട് കഴിഞ്ഞ ഒരു 2 ആഴ്ചയായിട്ട് ഇതിലൊരു കനത്ത സെല്ലിംഗ് വരുന്നുണ്ട്. ആൻഡ് സ്റ്റോക്കിന്റെ ഒരു മേജർ സപ്പോർട്ട് ഏരിയ 790 to 800 rupees. സോ ഈ കനത്ത സെല്ലിങ്ങിനെ തുടർന്ന് I am not very comfortable with this company. നമ്മളിപ്പോൾ മെറ്റൽ സ്പേസിൽ നമുക്കൊരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ മൈ ബെറ്റർ ചോയ്സ് വുഡ് ബി നാഷണൽ അലുമിനിയം, ഹിൻഡാൽകോ മുതലായ സ്റ്റോക്സിലായിരിക്കും നമ്മൾ ഫോക്കസ് കൊടുക്കേണ്ടത്. ഇന്നിപ്പോൾ ഓട്ടോ സെക്ടറിലേക്ക് നോക്കുമ്പോൾ 0.43% ഒരു മുന്നേറ്റമാണ് ഓട്ടോ സൂചിക പ്രകടമാക്കുന്നത്. ഭൂരിഭാഗം ഓട്ടോ ഓഹരികളും ഇന്നിപ്പോൾ നേട്ടത്തിൽ തന്നെയാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ TVS മോട്ടോഴ്സിനെ സംബന്ധിച്ച് 1% ഒരു ഇടിവ് പ്രകടമാക്കുന്നുണ്ട്. മാരുതിയൊക്കെ തന്നെ ഇന്ന് നേരിയൊരു ഇടിവിലാണ് മുന്നോട്ട് പോകുന്നത്. ഓട്ടോ സെക്ടറിനെ സംബന്ധിച്ച് സാറിന്റെ ഒരു വ്യൂ എന്താണ്? ഇതിൽ നമുക്ക് ഒരു പൊസിഷൻ എടുക്കണമെങ്കിൽ ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയ സ്റ്റോക്കുകൾ ഏതൊക്കെയാണ്? ഓട്ടോ സെക്ടർ കാഴ്ചപ്പാട് ഔട്ട്ലുക്ക് ഒക്കെ തന്നെ വളരെ ബുള്ളിഷ് ആയി തന്നെ തുടരുന്നു. ബട്ട് എങ്കിൽ പോലും അൺഫോർച്ചുനേറ്റ്ലി ഇത്രയും നേട്ടം തന്നതിനെ തുടർന്ന് ഇപ്പോൾ അറ്റ് ദിസ് മൊമെന്റ് പുതിയൊരു എൻട്രി ഒരു സ്റ്റോക്കിലും എനിക്ക് അഡ്വൈസ് ചെയ്യാനില്ല. ഫോർ എക്സാമ്പിൾ ബജാജ് ഓട്ടോ, ഹീറോ മോട്ടോ, TVS മോട്ടോ, ടാറ്റ മോട്ടോ മുതലായ സ്റ്റോക്ക് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ലിറ്റിൽ ബിറ്റ് ഓവർ ഹീറ്റഡ്, ഓവർ വാല്യൂഡ്. സോ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ യു ക്യാൻ മെയിൻറ്റെയിൻ. ബട്ട് ഒരു നല്ല കറക്ഷൻ നടക്കുന്ന സമയത്ത് മാത്രമേ നമുക്കൊരു ലോങ് ടേമിൽ ഒരു പുതിയ പൊസിഷൻ എടുക്കാൻ സാധിക്കത്തുള്ളൂ. സർ, അടുത്തായിട്ട് അദാനി ഗ്രൂപ്പിലെ കമ്പനികളുമായി ബന്ധപ്പെട്ടുള്ള സാറിൻ്റെ ഒരു വ്യൂ ആണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. നിലവിലിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇന്നലെ ഒരു സർവ്വകാല ഉയരത്തിലേക്ക് എത്തിയ അദാനി പോർട്സ് ഇന്നും ആ ഒരു മൊമെൻറ്റം നിലനിർത്തുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. 2.63% നേട്ടത്തിൽ 1199.8 എന്നൊരു നിലവാരത്തിലാണ് ഓഹരി ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അദാനി പോർട്സിനെ സംബന്ധിച്ച് സാറിൻ്റെ ഒരു വിലയിരുത്തൽ എന്താണ്? അതിനോടൊപ്പം തന്നെ മറ്റുള്ള അദാനി കമ്പനികളെ സംബന്ധിച്ച് സാറിൻ്റെ ഒരു വ്യൂ കൂടി അറിയാൻ ആഗ്രഹിക്കുന്നു. സോ അഡാനി പോർട്ട് കഴിഞ്ഞ ഓൾമോസ്റ്റ് ഒരു മാസമായിട്ട് വിത്തൗട്ട് എ കറക്ഷൻ നമുക്ക് ഒത്തിരി നേട്ടം നൽകിയിട്ടുണ്ട്. ആൻഡ് ഐ തിങ്ക് ഇറ്റ് ഇസ് ട്രേഡിംഗ് അറ്റ് എ റെക്കോർഡ് ഓൾ ടൈം ഹൈ. അണ്ടർടോൺ വളരെ ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. എങ്കിൽ പോലും സോ വാട്ട് ഇറ്റ് മീൻസ് ഇസ് ദാറ്റ് നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാം. ബട്ട് ഈ ഹൈ ലെവൽസിൽ എനിക്കൊരു പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യാൻ സാധിക്കത്തില്ല. മറ്റ് ചില അഡാനി സ്റ്റോക്സ് എടുക്കുമ്പോഴേക്കും, പർട്ടിക്കുലർലി അഡാനി എന്റർപ്രൈസസ് ആൻഡ് അഡാനി എനർജി സൊല്യൂഷൻസ് നോക്കുമ്പോഴേക്കും നല്ല ലോ റിസ്കിൽ ബുള്ളിഷ് സെറ്റപ്സ് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ അഡാനി ഗ്രൂപ്പ് സ്റ്റോക്സിൽ നമ്മൾ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഓർക്കേണ്ട കാര്യം, അഡാനി ഗ്രൂപ്പിന് ഇപ്പോഴും അവരുടെ ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് ഒന്നും തന്നെ ഓവർകം ചെയ്തിട്ടില്ല. ഫൈനാൻഷ്യൽ പ്രോബ്ലം എന്ന് പറയുന്നത് മെയിൻലി
അവർക്ക് ഒത്തിരി കടങ്ങളുണ്ട്, ലോട്ട് ഓഫ് ഡെറ്റ് ഇൻ ദ ബുക്സ്. സോ അതിനെ തുടർന്ന് ഏത് സമയവും അഡാനി ഗ്രൂപ്പ് സ്റ്റോക്സിൽ നമുക്ക് ഒത്തിരി വോളറ്റിലിറ്റി എക്സ്പെക്ട് ചെയ്യാം. എങ്കിൽ പോലും അഡാനി എനർജിയിൽ ഫോർ എക്സാമ്പിൾ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 1170 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിന് ക്യാൻ ഗിവ് us മോർ ദാൻ 100 rupee ഗെയിൻ ഇൻ ദ ഷോർട്ട് റൺ. അഡാനി എന്റർപ്രൈസസ് നോക്കിക്കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിന് 3090 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ച ഐ എക്സ്പെക്ട് എ ലോട്ട് ഓഫ് ഗെയിൻസ് ഇൻ ദിസ് സ്റ്റോക്ക്. FMCG സ്പേസിൽ അഡാനി വിൽമ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തു വരുന്നുണ്ട്. 382 രൂപയുടെ റെസിസ്റ്റൻസ് ഇന്ന് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ യു ക്യാൻ സീ ലോട്ട് ഓഫ് ക്വിക്ക് ഷോർട്ട് ടേം ഗെയിൻസ്. ഇന്നത്തെ വിപണിയിൽ ഒരു നേട്ടത്തോടുകൂടി വ്യാപാരം ചെയ്യുന്ന മറ്റൊരു ഓഹരിയാണ് ജെൻസോൾ എഞ്ചിനീയറിംഗ്. ജെൻസോൾ എഞ്ചിനീയറിംഗിനെ സംബന്ധിച്ച് ജെൻസോൾ ഗ്രൂപ്പ് ഗുജറാത്ത് ഗവൺമെന്റുമായിട്ട് ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. 2000 കോടി രൂപയുടെ ഒരു കരാറാണ് ഇപ്പോൾ അവർ ഒപ്പുവെച്ചിരിക്കുന്നത്. EV മാനുഫാക്ചറിംഗ് ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കരാറിലാണ് ഇപ്പോൾ അവർ ഒപ്പുവെച്ചിരിക്കുന്നത്. നിലവിൽ 841 രൂപ റേഞ്ചിലാണ് ജെൻസോൾ എഞ്ചിനീയറിംഗ് ട്രേഡിംഗ് നടത്തുന്നത്. ജെൻസോൾ എഞ്ചിനീയറിംഗിനെ സംബന്ധിച്ച് കഴിഞ്ഞൊരു 1 month ആയിട്ടും 16% ഒരു റിട്ടേൺ നൽകിയ ഒരു സ്റ്റോക്കാണ്. ഈ ഒരു സ്റ്റോക്കിലുള്ള സെന്റർ ലോങ് ടേം വ്യൂ എന്താണ്? So long-term trend continues to be bullish, but either വീണ്ടും it is a small cap stock. So ഈ ഒരു സ്റ്റോക്കിലെ മേജർ റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്നത് 882 ആൻഡ് ബിക്കോസ് ഇറ്റ്സ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് നമ്മൾ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ അഗെയിൻ കംഫർട്ടബിൾ അല്ലെങ്കിൽ നമ്മൾ ഈ സ്റ്റോക്കിൽ ഒരു പൊസിഷൻ എടുക്കരുത്. അങ്ങനെ നമ്മുടെ കൈവശം ഓൾറെഡി പൊസിഷൻ ഉണ്ട് അല്ലെങ്കിൽ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 780 രൂപയുടെ സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കുക. സർ, അടുത്തതായിട്ട് IDFC ഫസ്റ്റ് ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള സാറിൻ്റെ ഒരു വ്യൂ ആണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. ഓഹരിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിലവിൽ 0.88% നേട്ടത്തിൽ 86.2 എന്നൊരു റേഞ്ചിലാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 2023 സെപ്റ്റംബറിലായിരുന്നു 50 വീക്ക് ഹൈ റേഞ്ച് ആയിട്ടുള്ള 100.7 എന്നൊരു റേഞ്ചിലേക്ക് എത്താനായിട്ട് ഓഹരിക്ക് സാധിച്ചിട്ടുണ്ടെന്ന്. പിന്നീട് തുടർന്ന് ആ ഒരു ലെവലിലേക്ക് എത്താൻ ഈ ഒരു മാസങ്ങളിൽ നിഫ്റ്റി ഇത്രയധികം റാലി നടത്തുമ്പോൾ പോലും ആ ലെവലിലേക്ക് എത്താൻ IDFC ഫസ്റ്റ് ബാങ്കിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു ഓഹരിയിൽ ഒരു നിക്ഷേപകൻ ഇനി സ്വീകരിക്കേണ്ട നിലപാട് എന്താണ്? വെയിറ്റ് ആൻഡ് വാച്ച്. കാര്യം IDFC ഫസ്റ്റ് ബാങ്കിന്റെ ലോങ് ടേം ട്രെൻഡ് ഇസ് വെരി മച്ച് ഇൻടാക്ട്, വെരി മച്ച് ബുള്ളിഷ്. ഈ സ്റ്റോക്ക് സെപ്റ്റംബർ മാസത്തിൽ 102 രൂപയ്ക്ക് അടുത്തായിരുന്നു അതിന്റെ ഒരു ഓൾ ടൈം ഹൈ. ആൻഡ് സെപ്റ്റംബർ മാസത്തിന് ശേഷം ഇതിലൊരു നല്ലൊരു കറക്ഷൻ കൺസോൾട്ടേഷനും നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ ഈ സ്റ്റോക്കിൽ വളരെ ക്ലോസ് ആയിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് ലെവല് 88 രൂപ 50 പൈസ ആയിരിക്കണം. 88 രൂപ 50 പൈസയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 93 രൂപയിലായിരിക്കും. 93ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് സ്ട്രെയിറ്റ് ടു 100 rupees. സർ, അടുത്തായിട്ട് ഡിഫൻസ് മേഖലയിലേക്ക് നോക്കുകയാണെങ്കിൽ ഭൂരിഭാഗം ഓഹരികളും നല്ലൊരു ബുള്ളിഷ് മൊമെന്റം തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അതിൽ എടുത്ത് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് വളരെ മികച്ച ഒരു നേട്ടം നൽകിയിട്ട് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഓഹരി ഇപ്പോൾ 2.07% നേട്ടത്തോടു കൂടി 3060.55 എന്നൊരു റേഞ്ചിലാണ്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൽ എങ്ങനെയാണ് ഇനി ഒരു നിക്ഷേപകൻ വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്, അതിൽ സ്വീകരിക്കേണ്ട നിലപാട് എന്താണ്? So Hindustan Aeronautics again long term trend is very very bullish. ഒരു വീക്ക്നെസ്സും ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. കയ്യിൽ ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുക, ബട്ട് പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. ഈ സ്റ്റോക്കിന്റെ മേജർ റെസിസ്റ്റൻസ് സപ്പോർട്ട് ഏരിയ 2850 2850 ആ ഒരു റെസിസ്റ്റൻസ് സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറാൻ പോകുന്നുള്ളൂ. സർ, അടുത്തതായിട്ട് കൊച്ചിൻ ഷിപ്പ്യാർഡുമായി ബന്ധപ്പെട്ട സാറിൻ്റെ ഒരു വ്യൂ കൂടി അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. കൊച്ചിൻ ഷിപ്പ്യാർഡ് ഇപ്പോൾ നിലവിൽ 2% നേട്ടത്തിലാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 2.25% നേട്ടത്തിൽ 1322.9 എന്നൊരു റേഞ്ചിലാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡിനെ സംബന്ധിച്ച് സാറിൻ്റെ ഒരു ലോങ് ടേം വിലയിരുത്തൽ എന്താണ്? കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ കേസ് എടുക്കുമ്പോഴേക്കും ഇന്നലെ നമ്മൾ കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ കേസിൽ ഹെവി സെല്ലിംഗ്, ഹെവി പ്രോഫിറ്റ് ബുക്കിംഗ് നമുക്ക് കാണാൻ ചാൻസ് ഉണ്ടായിരുന്നു. ആൻഡ് ഇന്നിപ്പോൾ നമ്മൾ കാണുന്നത് ഇറ്റ് ഈസ് ഓൺലി എ ഷോർട്ട് കവറിങ്.
നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ഐ തിങ്ക് ബിറ്റ്വീൻ 1320 1400 ആ റേഞ്ചിൽ പ്രോഫിറ്റ് ടേക്കിംഗ് വുഡ് ബി എ ഗുഡ് ഐഡിയ. ആൻഡ് പുതിയ ലോങ് പൊസിഷൻ ഈ കറന്റ് ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. ബട്ട് നമ്മൾ ലോങ് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 1190 രൂപയുടെ സപ്പോർട്ട് വാച്ച് ചെയ്യുക. 1190 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് വിൽ ടേൺ ബെയറിഷ്. ഒപ്പം EV ബാറ്ററി ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ കെമിക്കൽ കമ്പനീസിനെ സംബന്ധിച്ച് വളരെ വലിയ സാധ്യതകളാണ് മുന്നോട്ടുള്ളത് എന്ന് തന്നെയാണ് ഇപ്പോൾ അനലിസ്റ്റുകളിലൊക്കെ തന്നെ വിലയിരുത്തൽ. അതിനാൽ തന്നെ 2024 ധാരാളം കെമിക്കൽ കമ്പനീസിന് വലിയ പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് തന്നെയാണ് അനലിസ്റ്റുകളിലൊക്കെ തന്നെ അഭിപ്രായം. ഇതിൽ സാറിന്റെ ഒരു ഒപ്പീനിയൻ എന്താണ്? ഒരു കെമിക്കൽ സെക്ടർ സജസ്റ്റ് അല്ലെങ്കിൽ കെമിക്കൽ ഓഹരി അല്ലെങ്കിൽ കെമിക്കൽ കമ്പനി ഏതെങ്കിലും സാറിന് സജസ്റ്റ് ചെയ്യാനുണ്ടോ? പ്രിയ, അൺഫോർച്ചുനേറ്റ്ലി കെമിക്കൽ ഇൻഡസ്ട്രി ഞാൻ വളരെ ക്ലോസ് ആയിട്ട് സ്റ്റഡി ചെയ്യുന്നില്ല. സോ അതിനെക്കുറിച്ചൊരു ഒപ്പീനിയൻ എനിക്കിപ്പോൾ ഒന്നും തന്നെ നൽകാനില്ല. സർ, അടുത്തായിട്ട് യെസ് ബാങ്കിലേക്ക് വരികയാണെങ്കിൽ യെസ് ബാങ്ക് ഇന്നിപ്പോൾ ഒരു പുതിയൊരു നല്ലൊരു മൊമെൻറ്റം കാഴ്ചവെച്ചിട്ടുണ്ടെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നിലവിൽ 24.15 എന്നൊരു റേഞ്ചിലാണ് ഓഹരിയിൽ ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. യെസ് ബാങ്കുമായി ബന്ധപ്പെട്ട് സാറിൻ്റെ ഒരു ലോങ് ടേം വിലയിരുത്തൽ എന്താണ്? സോ യെസ് ബാങ്ക് ഇസ് എ ടേൺ റൗണ്ട് സ്റ്റോറി. നവംബർ മാസത്തിൽ 16 രൂപയ്ക്ക് അടുത്തായിരുന്നു അതിൻ്റെ ഒരു ബോട്ടം കാണാൻ സാധിച്ചത്. ആ ലെവലിൽ നിന്നും നവംബറിന് ശേഷം നമുക്ക് 50% നേട്ടമാണ് ഈ സ്റ്റോക്ക് നൽകിയിരിക്കുന്നത്. ആൻഡ് സ്റ്റോക്കിന് മേജർ റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്നത് 24.50 രൂപ. കയ്യിൽ ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ യു ക്യാൻ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ. ബട്ട് 23.40 രൂപ സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ യു ഹാവ് ടു ക്ലോസ് യുവർ ലോങ് പൊസിഷൻ. പുതിയ ലോങ് പൊസിഷൻ കറക്ഷൻ നടക്കുന്ന സമയത്ത് മാത്രമേ അഡ്വൈസ് ചെയ്യുന്നുള്ളൂ.